ചരിത്രത്തിലെ ഏറ്റവും ക്രൂരന്മാരിലൊരാളായ ഖംനെയി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് ഇറാനിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ഖംനെയും അദ്ദേഹത്തിൻ്റെ രക്തദാഹികളായ ഗുണ്ടാ സംഘങ്ങളും ചേർന്ന് കൊലപ്പെടുത്തുകയും അംഗഭംഗം വരുത്തുകയും ചെയ്ത എല്ലാ അമേരിക്കക്കാർക്കും ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങൾക്കും ലഭിച്ച നീതിയാണ്. ഞങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നും അതിനൂതനമായ ട്രാക്കിംഗ് സംവിധാനങ്ങളിൽ നിന്നും അദ്ദേഹത്തിനോ ഒപ്പം കൊല്ലപ്പെട്ട മറ്റു നേതാക്കൾക്കോ രക്ഷ നേടാൻ സാധിച്ചില്ല. ഇറാനിയൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യം തിരിച്ചുപിടിക്കാനുള്ള ഏറ്റവും വലിയ ഒരേ ഒരു അവസരമാണിത്. ഇറാൻ സേനാംഗങ്ങൾ ഞങ്ങളിൽ നിന്ന് ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ പോലെ ഇപ്പോൾ അവർക്ക് ഇളവ് ലഭിക്കും. വൈകിയാൽ മരണം മാത്രമായിരിക്കും ഫലം. IRGCയും പോലീസും സമാധാനപരമായി ഇറാനിയൻ ദേശസ്നേഹികളുമായി ഒന്നുചേർന്ന് പ്രവർത്തിക്കുമെന്നും രാജ്യത്തെ അർഹിക്കുന്ന മഹത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഖംനെയി കൊല്ലപ്പെടുക മാത്രമല്ല, ഒറ്റ ദിവസം കൊണ്ട് ആ രാജ്യം തന്നെ തകർക്കപ്പെടുകയും നാമാവശേഷമാവുകയും ചെയ്തിട്ടുണ്ട് എന്നതിനാൽ ഈ പ്രക്രിയ ഉടൻ ആരംഭിക്കേണ്ടതുണ്ട്. എങ്കിലും മധ്യേഷ്യയിലും ലോകമെമ്പാടും തന്നെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ഞങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കനത്ത ബോംബാക്രമണം ഈ ആഴ്ചയിലുടനീളം തടസ്സമില്ലാതെ തുടരും.